നമസ്കാരം. മസ്തിഷ്കവും നാഡീഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനവും ചികിത്സയുമാണ് ന്യൂറോളജി. അതിൽ തന്നെ ആളുകൾക്ക് ഏറെ സംശയം ഉളവാക്കുന്ന ഒന്നാണ് ബ്രെയിൻ ട്യൂമർ. ഈ ബ്രെയിൻ ട്യൂമർ എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ അങ്കമാലി സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജറി വിദഗ്ധനായ ഡോക്ടർ രാധാകൃഷ്ണൻ സാറാണ്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് തലവേദന അങ്ങനെ പലതരം ലക്ഷണങ്ങൾ ഈ ബ്രെയിൻ ട്യൂമേഴ്സുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. എന്തൊക്കെയായിരിക്കും ശരിക്കുമുള്ള ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണയായിട്ട് നമ്മൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന തന്നെയാണ്. 1, 2 അപസ്മാരമാണ്, 3 ഒരു സൈഡിൽ ബലം കുറയുക, 4മതെന്ന് പറയുകയാണെങ്കിൽ ഈ ട്യൂമർ അല്ലെങ്കിൽ മുഴ തലയുടെ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതിനോടനുബന്ധിച്ച ബുദ്ധിമുട്ടായിരിക്കും രോഗിക്ക് ഉണ്ടാവുക. ഈ തലവേദന തന്നെ ഒരു വളരെയധികം സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമായതുകൊണ്ട് തന്നെ പല രോഗികളും അതിനൊരു ഗൗരവം കൊടുക്കാത്ത ഒരു രോഗലക്ഷണമാണ് തലവേദന. അങ്ങനെ ഉണ്ടാവരുത്. സാധാരണഗതിയിൽ അതിരാവിലെയുള്ള തലവേദന, രാത്രി ഉറങ്ങി പുലർച്ചെ ഒരു 4 മണി 5 മണി സമയത്ത് തലവേദനയായിട്ട് എണീക്കുക, ഛർദ്ദിക്കുക, ഛർദ്ദിച്ചതിന് ശേഷം തലവേദന കുറയുക, ഇത്രയധികം ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റിന് വിധേയമാക്കേണ്ട ഒരു തലവേദനയാണ്. ഇതൊന്ന് തന്നെ ഇല്ലെങ്കിൽ തന്നെയും 2 അതിലധികമോ തവണ തലവേദന വരികയാണെങ്കിൽ രോഗലക്ഷണങ്ങൾ ഈ ഒരു രീതിയിൽ പെടാത്തതാണെങ്കിൽ പോലും ഒരു CTയോ ഒരു MRI എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. സർ, ഏതൊക്കെ തരം ബ്രെയിൻ ട്യൂമേഴ്സുകളാണ് നമുക്ക് കാണപ്പെടാറുള്ളത്? സാധാരണഗതിയിൽ തലച്ചോറിലുണ്ടാകുന്ന ട്യൂമേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കാറുള്ളത്. 1 ക്യാൻസർ ഇനത്തിൽ പെട്ടെന്ന്, 2 ക്യാൻസർ അല്ലാത്തവയും. ഇതിനകത്ത് അധിക ശതമാനവും നല്ലൊരു ശതമാനവും ക്യാൻസർ ഇനത്തിൽ പെടാത്തവയാണ്. അത് പിന്നെ വരുന്ന ഒരു ട്യൂമേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റുള്ള ഭാഗങ്ങളിലുള്ള മുഴകളും ട്യൂമറും അത് നമ്മുടെ തലയിലേക്ക് ബാധിക്കുക. ഇങ്ങനെ 3 തരത്തിലാണ് കണ്ടുവരാറുള്ളതെങ്കിലും അധികം നല്ലൊരു ശതമാനം ബ്രെയിൻ ട്യൂമേഴ്സും വളരെയധികം ഒരു ക്യാൻസർ ഇനത്തിൽ പെടാത്തവയായതുകൊണ്ട് തന്നെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭേദമാക്കാവുന്ന ഇനത്തിൽപ്പെട്ടവയാണ്. സർ, ഇതുപോലുള്ള ബ്രെയിൻ ട്യൂമറുകളിലൊക്കെ ഇതിൻ്റെ ചികിത്സയ്ക്ക് കൃത്യമായ ഡയഗ്നോസിസും ആവശ്യമാണ്. എന്തൊക്കെ തരം ഡയഗ്നോസിസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് സർ? സാധാരണഗതിയായിട്ട് നമ്മൾ തലവേദനയായിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഒരു CT സ്കാനാണ് അവർ ആദ്യം എടുക്കുക. അത് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള CT സ്കാൻ. തലവേദനയ്ക്ക് ഒരു CT എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കുത്തിവെച്ചിട്ടുള്ള ഒരു CT അനിവാര്യമാണ്. അതിനകത്ത് നോർമലാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മൾ പരിശോധനകൾ അവസാനിപ്പിക്കാം. അതിനകത്ത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, എവിടേക്കാണ് അത് മറ്റുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള MRI സ്കാനാണ് നമ്മൾ എടുക്കാറുള്ളത്. പിന്നെയും ഒട്ടനവധി ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വീണ്ടും അത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ടാക്ടോഗ്രാഫി എന്നുള്ള ഒരുപാട് പുതിയ ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ഈ ബ്രെയിൻ ട്യൂമർ എന്ന അസുഖം നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമോ? ഇതിൻ്റെ ചികിത്സാ രീതികളൊക്കെ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ നല്ലൊരു ശതമാനവും ഈ ക്യാൻസർ ഇനത്തിൽ പെടാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഒട്ടുമിക്ക അങ്ങനെയുള്ള ട്യൂമേഴ്സിനും പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ക്യാൻസർ ഇനത്തിൽ പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എടുത്തു കളയാൻ നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിമിതികളുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലുള്ള നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്ന ഒട്ടനവധി സ്ഥലങ്ങളും തലയിലുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100% പഴയപടിയിലെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ട്യൂമേഴ്സിന് പിന്നെ തുടർ ചികിത്സയുടെ ആവശ്യങ്ങൾ വേണ്ടി വരാറില്ല. സർജറിക്ക് ശേഷവും തുടർ ചികിത്സ ആവശ്യമില്ല എന്നാണ് സാർ? അതെ. സാറിന് ഈ ഒരു ബ്രെയിൻ ട്യൂമർ എന്ന അസുഖത്തെ പറ്റി ആൾക്കാർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ജനങ്ങളോടുള്ള ഉപദേശം എന്താണ്? ബ്രെയിൻ ട്യൂമറിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണം തലവേദനയാണ്. അപ്പോൾ തലവേദനയെ നിസ്സാരമായി കാണാതെ അതിൻ്റേതായിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന പരിശോധന ചെയ്ത് തലവേദന പ്രശ്നമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ മറ്റുള്ള വഴികളും മറ്റുള്ള ചികിത്സകളും പുറകെ പോകാവൂ. ഒരു തലവേദനയും നിസ്സാരമായി കാണരുത്.
കാര്യം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ബ്രെയിൻ ട്യൂമർ. ഒരു വേവലാതിയും അതിനെക്കുറിച്ച് ഉണ്ടാവേണ്ടതില്ല.